നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തി ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഉറപ്പായും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും ശാന്തതയോടുകൂടി കാണുവാൻ ശ്രമിക്കുക. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും തയ്യാറായി നിൽക്കുന്ന ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നു ചേർന്നിരിക്കുന്നു. എത്ര നാള് എന്ന് വിചാരിച്ചിട്ടാണ് നീയുമായി ഞാൻ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എത്ര നാള് നമുക്കിങ്ങനെ പിരിഞ്ഞു നിൽക്കുവാൻ കഴിയും? നിന്നോളം മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. മറ്റാരുടെ കൂടെ ആയാലും എനിക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. എനിക്ക് ഈ പ്രണയ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരണം. നീയുമായി വീണ്ടും ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെയായി മുന്നോട്ട് ജീവിച്ചു പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് മാനസികപരമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടെയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയും സാന്നിധ്യം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇഷ്ടമാകുന്നില്ല. കാരണം നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയുമാണ് ഈ വ്യക്തി കാത്തു നിൽക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നത്, ഈ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായി ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോവുകയോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുവാൻ കഴിയുന്നില്ല. ഈ ഒരു സത്യം മറ്റു പലവരുമായി ഈ വ്യക്തി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ മറന്നു കളയാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള പോസിറ്റീവ് എനർജിയിൽ നിന്നും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങളും നല്ല നല്ല ദർശനങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഇത് നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുകയും നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ നിമിഷവും തിരിച്ചറിയുകയും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ നല്ല കാര്യങ്ങളെയും നല്ല കാലങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളും ഈ വ്യക്തിക്ക് വരികയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രപഞ്ച ശക്തിയുടെ ഒരു തന്ത്രപരമായ കാര്യം തന്നെയാണ്. ഈ തന്ത്രത്തിലൂടെ തന്നെയാണ് ഈ വ്യക്തി പോലും സ്വയം അറിയാതെ നിങ്ങളുടെ അടുത്തേക്ക് കീഴ്പ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഉറപ്പായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധിയും അതുപോലെ ക്ഷമയും കാര്യപ്രാപ്തിയും കാര്യക്ഷമതയും പക്വതയും എല്ലാം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ മാത്രമാണ്. ഇവിടെ ഒരുപാട് ഇമാജിനേഷൻസ് ആണ് ഈ വ്യക്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സിൽ ഓരോരോ സങ്കല്പങ്ങൾ. ആ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ നിങ്ങളുമായുള്ള പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് അതൊരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരുന്നതോ ആയിരിക്കാം. അത്തരം സാഹചര്യത്തിലേക്കാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
അത് നേരിട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയമുണ്ടെങ്കിൽ പോലും ഉറപ്പായും ഇമാജിനേഷനിലൂടെ, മനസ്സിൽ സങ്കല്പിക്കുന്നതിലൂടെ ഈ വ്യക്തി ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനാകും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാൻ സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ട് പിരിയാൻ സാധിക്കില്ല എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റു പല രാജ്യങ്ങളിലേക്ക് ഈ വ്യക്തി പോയിട്ടുണ്ടാകാം, സ്ഥലം മാറിപ്പോയിട്ടുണ്ടാകാം, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പുതിയ സൗഹൃദങ്ങളിലേക്കോ വ്യക്തികളിലേക്കോ ഈ പേഴ്സൺ വഴിമാറിപ്പോയിട്ടുണ്ടാകാം. ഇതൊക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത തന്ത്രങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നും വില പോയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്, സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ മറ്റാർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി എവിടേക്കോ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്, ആ സ്നേഹത്തിന്റെ പാനപാത്രം തട്ടിയെടുക്കുവാൻ വേണ്ടി മറ്റു പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. പക്ഷേ ആ ശ്രമം വില പോകില്ല. ആ ശ്രമം പരാജയപ്പെടുക തന്നെ ചെയ്യും. മറ്റുള്ളവർ എത്രത്തോളം പരിശ്രമിച്ചാലും തൻ്റെ മനസ്സിലെ സ്നേഹം അത് ആർക്കും കൊടുക്കാനാകില്ല എന്നും അത് നിങ്ങൾക്ക് നേരെ മാത്രം നീട്ടുകയുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുമായി ഒരുപക്ഷെ ഒട്ടും തന്നെ ഓർക്കാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം. തേർഡ് പാർട്ടി സിറ്റുവേഷനോ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളോ, വിശ്വാസത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ശത്രുക്കളുടെ സാന്നിധ്യമോ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു വില്ലൻ കഥാപാത്രമായി മുഖവരയിട്ട് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മറ്റു ചിലർ മുഖം മൂടി അണിഞ്ഞായിരിക്കാം നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ഊർജം വീണ്ടെടുക്കുകയും അതിലൂടെ വളരെയധികം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് മാറുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അല്ലാതെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് തനിക്കിനി ഒന്നും സാധിക്കില്ല എന്ന് കീഴ്പ്പെടുന്ന രീതിയിൽ പറയുന്നതിൽ കാര്യമില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, മാലാഖമാർ പറയുന്നതും ലെറ്റ് ഗോ ചെയ്യാനാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളും അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും തേർഡ് പാർട്ടി സിറ്റുവേഷനും എല്ലാം തന്നെ മറന്നു കളയുവാനും പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുവാനുമാണ് ഏഞ്ചൽസും ഈ വ്യക്തിയോട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വാക്കുതർക്കം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ താല്പര്യപ്പെടുന്നില്ല. അത് നമുക്ക് നന്നായി അറിയാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരുപോലെ തന്നെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കിവിടെ തടസ്സപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കേടായിപ്പോയ ഒരു വണ്ടി, ബ്രേക്ക് ഡൗൺ ആയ ഒരു വണ്ടിയെ പോലെ നിന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതല്ലേ? അത് ഒറ്റയ്ക്കല്ല സഞ്ചരിക്കേണ്ടതെന്നും നമ്മൾക്ക് ഒരുമിച്ചാണ് സഞ്ചരിക്കേണ്ടതെന്നും ജീവിതത്തെ അതിൻ്റെതായ താളലയത്തിൽ വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവാധീനം നല്ല രീതിയിൽ തന്നെ ഉള്ള കമിതാക്കളാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളാണ്. ഇതൊരു ഡിവൈൻ കണക്ഷൻ കൂടിയാണ്. അതായത് ദൈവം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബന്ധം കൂടിയായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും എവിടെയൊക്കെ പോയിട്ടും അതിലൊരു തൃപ്തിയും കണ്ടെത്താനാകാത്തത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഏതൊരു നിമിഷവും ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് അതിനെ മാറ്റി ചിന്തിക്കുവാൻ ഒരിക്കലും ആകില്ല. അത് തന്നെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ആയുധവും. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.